ബംഗാളിൽ സുവേന്ദു അധികാരിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിനിടെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യമുണ്ടായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗാൾ ജനതയ്ക്ക് മുമ്പാകെ സാഷ്ടാംഗം നമിക്കുകയാണ്. ഇത് സത്യത്തിൽ അടുത്തൊരു രാഷ്ട്രീയ തന്ത്രമല്ലേ? അല്ല, എന്തും രാഷ്ട്രീയ തന്ത്രമായിട്ട് കാണുന്ന ഒരു രീതി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾ ചെയ്യുന്ന എല്ലാം രാഷ്ട്രീയ തന്ത്രമായിരിക്കും. പക്ഷേ നമ്മൾ മോദിയുടെ ഒരു പ്രവർത്തന രീതി നോക്കേണ്ടതാണ്. മോദി ആദ്യമായി ജയിച്ച് പാർലമെൻറ്റിൽ വന്നപ്പോൾ പാർലമെൻറ്റ് കവാടത്തിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ടാണ് അതിനകത്തേക്ക് പ്രവേശിച്ചത്. കാരണം ഇത് ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലാണ്. ആ ശ്രീകോവിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ സമ്പൂർണമായ സമർപ്പണ ബോധ്യത്തോടു കൂടി വേണം ചെയ്യാൻ എന്ന് നിർബന്ധം ഉള്ള ഒരാളാണ്. പിന്നെ മോദിക്കൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ, മോദി ഒരു ദിവസം നേരെ ഇങ്ങോട്ട് പാരച്യൂട്ടിലിറങ്ങി പ്രധാനമന്ത്രിയായ ഒരാളല്ല. രാജീവ് ഗാന്ധിയൊക്കെ പോലെ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയൊക്കെ പോലെ അങ്ങനെ വന്ന ഒരാളല്ല. മോദി താഴെ തട്ടിൽ പ്രവർത്തിച്ച് മുന്നോട്ട് വന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ സാധാരണ പ്രവർത്തകരുടെ മനോവികാരം എന്താണെന്ന് നന്നായിട്ടറിയാവുന്ന ഒരാളാണ്. അത് മോദിയുടെ ഒരു സവിശേഷതയാണ്. ഇപ്പോഴെന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ ഇവിടെ എല്ലാ പണികൾക്കും വന്നിരുന്നത് ബംഗ്ലാദേശുകാരാണ്. അതെ, അവർ ബംഗാളിൽ താമസിച്ചിരുന്നവരും കുറേ ബംഗാളികളുമാണ്. നമ്മൾ കളിയാക്കിയിരുന്നൊരു കാര്യം, 34 കൊല്ലം അടുപ്പിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചിട്ട് ആ രാജ്യത്ത് എന്താ സംഭവിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ജനങ്ങളെ മുഴുവൻ തെണ്ടികളാക്കി മാറ്റി എന്നുള്ളതാണ്. ഇവിടെ പൊറോട്ട അടിക്കാൻ വരുന്ന ബംഗാളി എന്നാണ് പറയുന്നത്. നമുക്ക് മുൻപ് അങ്ങനെയല്ല. മുൻപ് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ബംഗാളിനെ കുറിച്ചൊരു സങ്കല്പം ഉണ്ടായിരുന്നു. വലിയ സാംസ്കാരിക കേന്ദ്രമായിരിക്കുന്ന ബംഗാളിലെ സാഹിത്യവും ബംഗാളിലെ സിനിമയും ബംഗാളിലെ ചിന്താഗതികളും അന്ന് ഇന്ത്യയിലാകെയുള്ള ചെറുപ്പക്കാരെ സ്വാധീനിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെയാണ്. കാരണം ഇപ്പോൾ സത്യജിത് റേ വരുന്നു, മൃണാൾ സെൻ സത്യജിത് റേ വരുന്നു, മൃണാൾ സെൻ വരുന്നു, ഋതിക് ഘട്ടക് വരുന്നു. ഇങ്ങനെ സിനിമയിൽ വലിയ മാറ്റങ്ങൾ വരുന്നു. സാഹിത്യത്തിലാണെങ്കിൽ തന്നെ വലിയ രീതിയിലുള്ളത്. ഇത് ഈശ്വരചന്ദ്ര ടാഗോർ മുതൽ ഇങ്ങോട്ട് വരുന്നു. ടാഗോറുണ്ട്, ഈശ്വരചന്ദ്ര വിദ്യാസാഗറുണ്ട്. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ബങ്കിം ചന്ദ്രനുണ്ട്, ബങ്കിം ചന്ദ്ര ചാറ്റർജി, ഇങ്ങനെയുള്ളവരൊക്കെ ഇങ്ങനെ വരെയാണ്. സാഹിത്യത്തിൽ വലിയ സാഹിത്യ കൃതികൾ വരുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു ബംഗാളിനെ കുറിച്ചൊരു സ്വപ്നം, അല്ലെങ്കിൽ ബംഗാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ സാംസ്കാരിക കേന്ദ്രം എന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മാറിയിട്ട് ഈ തലമുറയ്ക്ക് ബംഗാൾ എന്ന് പറഞ്ഞാൽ പൊറോട്ട അടിക്കാൻ വേണ്ടി വരുന്നവർ എന്നാണ് അർത്ഥം. അതെ, അങ്ങനെയാണ് വിലയിരുത്തുന്നത്. ആ ഒരു സാഹചര്യത്തിലേക്ക് എങ്ങനെ എത്തി എന്നാണല്ലോ ചോദിക്കുന്നത്. എങ്ങനെ എത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 34 കൊല്ലക്കാലത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണം ബംഗാളിൻ്റെ ആത്മാവിനെ നശിപ്പിച്ചു, ബംഗാളിൻ്റെ സംസ്കാരത്തെ നശിപ്പിച്ചു, ബംഗാളിൻ്റെ ജീവിത രീതിയെ നശിപ്പിച്ചു, ബംഗാളിൻ്റെ രാഷ്ട്രീയ ബോധത്തെ നശിപ്പിച്ചു. അതിനൊക്കെ മാറ്റം വരും എന്ന നിലക്ക് അത് കഴിഞ്ഞ 15 കൊല്ലക്കാലം കൊണ്ട് ബംഗാൾ ഇനി ഒരിക്കലും ഒരു നോർമൽ അവസ്ഥയിലേക്ക് തിരിച്ചു വരില്ല എന്ന ഒരു സ്ഥിതിയിൽ മമത എത്തിച്ച്, അതിൽ നിന്ന് ജനങ്ങൾ മാറാൻ തയ്യാറായിട്ടാണ് വരുന്നത്. ജനങ്ങളാണ് അവിടെ മാറ്റിയത്. BJP ജനങ്ങളുടെ കൂടെ നിൽക്കുകയാണ് ചെയ്തത്. ജനങ്ങളവിടെ മാറ്റാൻ തയ്യാറാകുകയാണ് ചെയ്തത്. കാരണം ഇത് പോരാ. ഈ ലോകത്ത് മറ്റ് രാജ്യങ്ങൾക്കനുസരിച്ച്, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം അനുസരിച്ച് ബംഗാളും വലിയ രീതിയിൽ വികസനത്തിലേക്ക് വരണം. ആ വലിയ രീതിയിൽ വികസനത്തിലേക്ക് വരണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ബംഗാൾ കേന്ദ്രീകരിച്ച് അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായും എത്രയോ വട്ടം പോയി അവരോട് സംസാരിച്ചിരിക്കുന്നു. അവരുടെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് ചെയ്തു എന്ന് മാത്രമല്ല,
207 സീറ്റിൻ്റെ ഭൂരിപക്ഷം, 207 സീറ്റ് നൽകി വലിയ ഭൂരിപക്ഷം നൽകി ജയിപ്പിക്കുകയും ചെയ്തു, അധികാരത്തിലേക്ക് എത്തിക്കുകയാണ്. അങ്ങനെ അധികാരത്തിലേക്ക് എത്തിക്കുമ്പോൾ ജനാധിപത്യത്തിൽ ആ അധികാരത്തിൻ്റെ മുന്നിൽ നമ്മൾ നമസ്കരിച്ചിരിക്കണം. ജനങ്ങളാണ് ജനാധിപത്യത്തിൻ്റെ നായകന്മാർ. സർ, ഇതെല്ലാം ശരിയാണ്. പക്ഷേ ചെങ്കോൽ പാർലമെന്റിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യുന്നത്, ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് മോദി വരുമ്പോൾ മോദി തമിഴനല്ല എന്ന് പറയാൻ ആർക്കും സാധിക്കില്ല. ആ ഒരു വേഷഭൂഷാദികളോടെയാണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ ഇപ്പോൾ ബംഗാളിലേക്ക് വരുമ്പോഴാണെങ്കിലും ഇത്തരത്തിലുള്ള ഒരു കാര്യം തന്നെയല്ലേ അവിടെയും ചെയ്തിട്ടുള്ളത്. അതായത് ബംഗാൾ ജനതയെ അവർ കൊടുത്ത വിജയമാണ്, അതിന് അദ്ദേഹം കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ അതിനു വേണ്ടിയിട്ട് അങ്ങനെ കുമ്പിട്ട് വേണം മറ്റെവിടെയും അങ്ങനെ ചെയ്ത് കണ്ടില്ലല്ലോ. വേണം അല്ല, പാർലമെൻറ്റ് ചെയ്തില്ലേ? പാർലമെൻറ്റ് ചെയ്യുക എന്നാൽ ഇന്ത്യയിലെ മൊത്തം ജനങ്ങളുടെ മുമ്പാകെ ഇത് ബഹുമാനപൂർവ്വം പ്രണമിക്കുന്നതിൻ്റെയാണ് പാർലമെൻറ്റ് ചെയ്തത്. പാർലമെൻറ്റല്ലേ ഏറ്റവും വലിയ ബോഡിയാണ്, പാർലമെൻറ്റ് ചെയ്തല്ലോ. പക്ഷേ ഇപ്പോൾ ബംഗാളിൻ്റെ സവിശേഷതയാണ് ബംഗാളിലുള്ളത്. കാരണം ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ബംഗാളിലേക്ക് BJP ഒരു പുതിയ സംസ്കാരം കൊണ്ടുവരുന്നു, ഒരു പുതിയ ഭരണ സമ്പ്രദായം കൊണ്ടുവരുന്നു, അവർക്ക് പുതിയ പ്രതീക്ഷ കൊടുക്കുന്നു. ബംഗാളിലെത്തിയ BJP ജയ് ശ്രീറാം വിളിച്ചിട്ടില്ല, അവിടെ ജയ് കാളിയാണ്. അതെ, ബംഗാളിൽ കാളിയാണ്. അപ്പൊ കളം അറിഞ്ഞു കളിക്കുകയല്ലേ? അല്ല, കളം അറിഞ്ഞു തന്നെ കളിക്കണം. അതിലെന്താ തെറ്റ്? കളം അറിഞ്ഞു തന്നെ കളിക്കണം. കാരണം ബംഗാളിൽ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ഇഷ്ടദേവത ആരായിരുന്നു? കാളിയായിരുന്നു. ബംഗാളിൻ്റെ സംസ്കാരത്തിൽ കാളിക്ക് വലിയ റോളുണ്ട്. കേരളത്തിൻ്റെ സംസ്കാരത്തിൽ ശബരിമല അയ്യപ്പസ്വാമിക്കുള്ളതുപോലെ തന്നെ ഓരോ സ്ഥലത്തും ഓരോ ദേവീ ദേവന്മാർക്കും വലിയ റോളുണ്ട് അവരുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നതിലും ക്രമപ്പെടുത്തുന്നതിലും. അപ്പോൾ അവിടെ പോകുമ്പോൾ അത് തന്നെ അതാണ് അവരുടെ സംസ്കാരം എന്നുള്ള കാര്യം അവിടെ ചെല്ലുന്നവരും അംഗീകരിക്കണം. അല്ലാതെ ചെല്ലുന്നവൻ്റെ സംസ്കാരം അവിടെ അടിച്ചേൽപ്പിക്കുകയല്ല വേണ്ടത്. അത് അധിനിവേശ സൈന്യത്തിൻ്റെ രീതിയാണ്, അത് കോളനി മനസ്സിൻ്റെ രീതിയാണ്. കോളനിക്കാർ ഇവിടെ വന്നിട്ട് ചെയ്തത് അവരുടെ സംസ്കാരവും അവരുടെ ജീവിതവും ഇവിടെ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്തത്. അതല്ല, ഇവിടുത്തെ ജീവിതത്തെയും ഇവിടുത്തെ സംസ്കാരത്തെയും ആദരവോടുകൂടി കാണുന്ന രീതിയാണ് ജനാധിപത്യത്തിൻ്റെ രീതി. കാരണം ജനാധിപത്യത്തിൽ ആരാണ് നമ്മുടെ ഭരണഘടന ആരംഭിക്കുന്നത്? എന്തും പറഞ്ഞിട്ടാണ്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ്, ഇന്ത്യക്കാരായ നമ്മൾ എന്നാണ്. ആ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇന്ത്യക്കാരായ നമ്മൾ ഒരുമിച്ച് നിന്ന് എന്നുള്ളതാണ് ആ പറയുന്നത്. അതിൽ ഇന്ത്യക്കാരായിട്ടുള്ള നമ്മളിൽ ഒരു വോട്ടേ പ്രധാനമന്ത്രിക്കുള്ളൂ, അതിൽ കൂടുതലില്ല. ഒറ്റ വോട്ടാണ് രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും എനിക്കും നിങ്ങൾക്കും ഒക്കെ ഉള്ളത്. ആ ഒരു വോട്ടിൻ്റെ ബലത്തിലാണ് ഒരു ഭരണം മാറുന്നതും ഒരു ഭരണം വരുന്നതും. അപ്പോൾ ഇവിടെ വിശ്വാസപൂർവം തൻ്റെ പാർട്ടിയെ ഒരു ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്ന ജനങ്ങളോട് അതിൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നതാണ്. അതൊരു രാഷ്ട്രീയ കൗശലമേ അല്ല. അത് രാഷ്ട്രീയ കൗശലമാകുന്നത് എങ്ങനെയാണ്? അതിൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കണം. കാരണം ഞാൻ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ വിശ്വസിക്കുകയും എന്നെ അതിന് ചുമതലപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ അതിനോട് ഞാൻ കടപ്പെട്ടിരിക്കുകയല്ലേ. സർ, അവിടെ CPM ഭരിച്ചു 35 വർഷക്കാലം, ജനങ്ങൾക്ക് 33 വർഷക്കാലം ഒന്നും ലഭിച്ചില്ല. പിന്നീട് 15 വർഷം മമതയുടെ ഭരണമാണ്. അവിടെയും ജനങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല. പ്രത്യേകിച്ച് ഹൈന്ദവ സനാതനധർമ്മ വിശ്വാസികൾക്ക് ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു വനിതാ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ പോലും സ്ത്രീകൾക്ക്. ആ ഒരു സാഹചര്യത്തിലേക്ക് ബംഗാളിനെ എത്തിക്കുന്നുണ്ട്. അപ്പോൾ മറ്റൊരു ഓപ്ഷനായിട്ട് കണ്ടതാണല്ലോ BJP. മറ്റൊരു ഓപ്ഷനായിട്ട് മാത്രം കണ്ടതല്ല, മറ്റൊരു പ്രതീക്ഷയായിട്ട് കാണുന്നതാണ്. ഓപ്ഷനും പ്രതീക്ഷയും രണ്ടും രണ്ടാണ്. ഓപ്ഷൻ എന്ന് 2 ഉണ്ട്, അതിൽ ഒരെണ്ണം നമ്മൾ എടുക്കണം. അത് അങ്ങനെയല്ല, ഇതൊരു പ്രതീക്ഷയാണ്. കാരണം BJP വന്നു കഴിഞ്ഞാൽ ഈ ജീവിതത്തിനൊരു മാറ്റം ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയെ ആദരപൂർവ്വം ഞങ്ങളും സ്വീകരിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി അതിൻ്റെ വഴങ്ങിയതിൻ്റെ ലക്ഷ്യം. അത് ജനത്തിന് കൊടുക്കുന്ന ആദരവാണ്, അല്ലാതെ ജനത്തിനോട് കടക്ക് പുറത്തെന്നല്ല പറയേണ്ടത്. ജനം ആണ് നിങ്ങളെ വോട്ട് ചെയ്തിട്ട് അവിടെ എത്തുന്നത്, അവർക്ക് കൊടുക്കുന്ന ആദരവാണ്. അവരാണ് യജമാനന്മാർ, നമ്മളല്ല.
വോട്ട് ചെയ്യുന്നവനാണ് യജമാനൻ. അധികാരത്തിലേക്ക് അവർ കയറ്റുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അവിടെ ഇരിക്കാൻ കഴിയുന്നത്. അവർ വോട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ആരാണ് നിങ്ങളവിടെ എത്തിച്ചിരിക്കുന്നത്? അവരാണ്. അവരുടെ പ്രതീക്ഷയും അവരുടെ പ്രത്യാശയുടെയും മുന്നിൽ പ്രണമിച്ചുകൊണ്ട് ഇത് സാർത്ഥകമാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ കഠിനമായി പ്രവർത്തിക്കും എന്നാണ് പ്രധാനമന്ത്രി അവരോട് പറഞ്ഞത്. അത് ഈ രാജ്യം അവരോട് കടപ്പെട്ടിരിക്കുകയാണ്. കാരണം ബംഗാൾ പോലുള്ളൊരു സംസ്ഥാനം, ബംഗാൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ രാജ്യം, ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ രാജ്യം, വിവേകാനന്ദൻ്റെ രാജ്യം, ടാഗോറിൻ്റെ രാജ്യം, സത്യേത്രയുടെ രാജ്യം, മൃണാൾ സെന്നിൻ്റെ രാജ്യം, ഋതിക് ഘടകിൻ്റെ രാജ്യം, ശങ്കറിൻ്റെ രാജ്യം, ഇങ്ങനെ അവിടെ ഈശ്വരചന്ദ്ര വിദ്യാസാഗറിൻ്റെ രാജ്യം, മറ്റേ സുഭാഷ് ചന്ദ്ര ബോസിൻ്റെ രാജ്യം. എന്താ ബംഗാളിൻ്റെ ഒരു പഴയൊരു പാരമ്പര്യം, വലിയ രീതിയിലുള്ള വലിയ ധനാഢ്യങ്ങളുണ്ടായിരുന്ന സ്ഥലം. സ്ത്രീകൾക്ക്, നിങ്ങളിത് ഇപ്പോൾ പറഞ്ഞു, സ്ത്രീകൾക്ക് പുറത്ത് അവിടെ ഒരു കാര്യം ഉണ്ടായിരുന്നത് വെച്ചാൽ ശ്രീരാമകൃഷ്ണ പരമഹംസനെ കണ്ടെത്തുകയും അദ്ദേഹത്തിന് വേദി ഒരുക്കുകയും അദ്ദേഹത്തെ സംരക്ഷിക്കുകയും ചെയ്തത് റാണി രാസമണി എന്ന് പറയുന്നൊരു സ്ത്രീയായിരുന്നു. ശ്രീരാമകൃഷ്ണൻ ഒരു അവതാര പുരുഷനാണെന്ന് ആദ്യമായി തിരിച്ചറിയുന്നത് അവരാണ്. അവർ പണിത അമ്പലത്തിലെ ശാന്തിക്കാരനായിരുന്നു. ചിലപ്പോൾ 3 ദിവസമൊക്കെ പുള്ളി ക്ഷേത്രം തുറക്കാതിരുന്നാലും ക്ഷേത്രത്തിൻ്റെ ഉടമ എന്ന നിലക്ക് അതിനെ വളരെ ആദരപൂർവ്വം അതിനെ കണ്ട ഒരാളാണ്. ഒരു വലിയ ബിസിനസ് മാഗ്നറ്റായിരുന്നു. കോടാനുകോടി രൂപയുടെ ബിസിനസ് ഈ ലോകത്തിലെ ഇതര രാജ്യങ്ങളുമായിട്ട് നടത്തുന്നൊരു കക്ഷിയായിരുന്നു. അപ്പോൾ അവിടുത്തെ സ്ത്രീകളുടെ ഒരു പാരമ്പര്യമാണത്. അന്ന് കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിലേക്ക് വരികയും മാനേജ്മെൻറ്റിൻ്റെ എക്സ്പെർട്ടൈസ് കാണിക്കുകയും ചെയ്ത സ്ത്രീകളുള്ള ബംഗാൾ. ആ ബംഗാളിലാണ് ഇന്നിപ്പോൾ സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ എന്താണ് ആർജിക്കർ ഹോസ്പിറ്റലിലൊക്കെ അവർക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്ത അന്തരീക്ഷം ഉണ്ടായി എന്നുള്ളതാണ്. അത് മാറ്റും എന്ന പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ അംഗീകരിച്ചുകൊണ്ടാണ് മോദി അവർ ജനങ്ങളെ വണങ്ങിയത്. നിങ്ങൾ നൽകിയിരിക്കുന്നതാണ് ഈ അധികാരവും ഈ പ്രതീക്ഷയും, അതിനുവേണ്ടി പണിയെടുക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് എന്നാണ്. നമ്മൾ പണിക്കാരാണ്. അവിടെ സുവേന്ദുവിൻ്റെ നേതൃത്വത്തിൽ അധികാരമേൽക്കുന്ന മന്ത്രിസഭ ബംഗാളിലെ ജനങ്ങളുടെ ജോലിക്കാരാണ്. അവർക്ക് വേണ്ടി ജോലി ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അവർക്ക് നഷ്ടപ്പെട്ടു പോയ ആത്മാഭിമാനം തിരിച്ചു കിട്ടണം, നഷ്ടപ്പെട്ടു പോയ സംസ്കാരം തിരിച്ചു കിട്ടണം, നഷ്ടപ്പെട്ടു പോയ സാമ്പത്തിക മേൽക്കോയ്മ തിരിച്ചു കിട്ടണം. കൽക്കട്ട ഏറ്റവും വലിയ സമ്പത്തിൻ്റെ കേന്ദ്രമായിരുന്നില്ലേ? അതുകൊണ്ടല്ലേ ബ്രിട്ടീഷുകാർ അവിടെ കൊണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തുടങ്ങാൻ കാരണം. ആ രാജ്യം, ആ സംസ്ഥാനം എവിടെ പോയി നിന്ന്? അത് വീണ്ടെടുക്കണ്ടേ? അപ്പോൾ ബംഗാളിയുടെ ആത്മാഭിമാനത്തിൻ്റെയും ബംഗാളിയുടെ ശക്തിയുടെയും ബംഗാളിയുടെ വിവേചന ബുദ്ധിയുടെയും ഒക്കെ തിരിച്ചുവരവ്, അതിൻ്റെ വീണ്ടെടുക്കൽ കൂടി ഈ ഭരണത്തിലുണ്ടാകണം. അങ്ങനെ കൂടി വരണം എന്നുള്ളതാണ് ജനങ്ങളുടെ പ്രത്യാശ. അതിന് രാജ്യത്തിൻ്റെ തലവനായ പ്രധാനമന്ത്രി അംഗീകാരം കൊടുത്തേക്കാണ്. അതാണ് അതിന്, അല്ലാതെ ഇതല്ല. പിന്നെ ഒരു സ്ഥലത്ത് വരുമ്പോൾ പ്രധാനമന്ത്രി അവരുടെ വസ്ത്രധാരണത്തെ മാനിക്കുന്നതാണ്. പ്രധാനമന്ത്രി ധരിക്കുന്നൊരു വസ്ത്രം എന്ന് പറഞ്ഞാൽ അവരിതല്ലേ. അത് എല്ലാ രാജ്യത്തും എല്ലാ ഈ പ്രധാനമന്ത്രിമാരും ഒക്കെ ചെയ്യുന്നതല്ലേ. ഇന്ദിരാഗാന്ധി ആയിരുന്നു അതിൽ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ. ഇന്ദിരാഗാന്ധി ആദിവാസികളുടെ ഇടയിൽ പോകുമ്പോൾ ആദിവാസികളുടെ വസ്ത്രം ധരിച്ചിട്ട് അവരോടൊപ്പം നിൽക്കും. അവരിലൊരാളാണ് എന്ന് വരുത്തണം. ഇന്ത്യ പോലുള്ളൊരു രാജ്യത്ത്, ഇത്രയേറെ വൈവിധ്യമുള്ളൊരു രാജ്യത്ത് പ്രധാനമന്ത്രി കേരളത്തിൽ വരുമ്പോൾ മുണ്ടും ജുബയും ധരിച്ചിട്ടാണ് വരുന്നത്. ഒരു ഷോൾ ഇട്ടേക്കും. അത് കേരളത്തിൻ്റെ വസ്ത്രമാണ്. മറ്റൊരു സ്ഥലത്ത് പോകുമ്പോൾ പുള്ളി അവിടുത്തെ വസ്ത്രധാരണം കൊടുക്കും. അതിനേക്കാൾ അടവെന്നോ എന്തെന്നാ നിങ്ങൾ നേരത്തെ പറഞ്ഞ കൗശലം എന്നൊക്കെ പറയുന്നത് ശരിയായൊരു രീതിയല്ല. കാരണം അതാണ് അതിൻ്റെ രീതി. അത് ചെയ്യാണ്. പിന്നെ ഇതെല്ലാം ചെയ്തിട്ട് വ്യക്തിപരമായിട്ട് മോദി എന്തെടുത്തിട്ടുണ്ട്? ഇതൊക്കെ ചെയ്തിട്ട് അങ്ങേരെ 24 മണിക്കൂറിൽ 20 മണിക്കൂറും ഇപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ആർക്ക് വേണ്ടി?
ഈ രാജ്യത്തിന് വേണ്ടിയിട്ട്. അതിൽ നിന്ന് 10ൻ്റെ ഒരു പൈസ പുള്ളിയുടെ കുടുംബത്തിലേക്ക് എടുക്കുന്നില്ല, ബന്ധുമിത്രാദികൾക്ക് കൊടുക്കുന്നില്ല, അദ്ദേഹവും എടുക്കുന്നില്ല. വേറെ ഇങ്ങനെ ആരുണ്ട്? വേറെ നിങ്ങൾ ഇങ്ങനെ ഒരു ഭരണാധികാരിയെ കാണിച്ചു തരൂ. നിങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ ബാക്കിയുള്ള എല്ലാവരും കുടുംബത്തിലേക്ക് കൊണ്ടുപോവുകയല്ലേ. അപ്പോഴാണ് ഇതൊന്നും വേണ്ടാതെ നിസ്വാർത്ഥമായ രാഷ്ട്രസേവനം നടത്തുന്ന ഒരു നേതാവാണ്. ആ നിസ്വാർത്ഥമായ രാഷ്ട്രസേവനം നടത്തുന്ന ഒരു നേതാവിന് മാത്രമേ ഈ ജനതയുടെ അംഗീകാരത്തിന് മുന്നിൽ തല കുമ്പിട്ടുകൊണ്ട് അതിനെ സ്വീകരിക്കാൻ കഴിയുള്ളൂ. വിത്ത് ഹ്യൂമിലിറ്റി ഐ അക്സെപ്റ്റ് ദിസ് വേർഡിക്റ്റ് എന്നാണ്. എൻ്റെ സന്തോഷമല്ല, എൻ്റെ വിനയാന്വിതനായിട്ട് ഇത് സ്വീകരിക്കാൻ ജനങ്ങളെ ഏൽപ്പിക്കുന്നൊരു ദൗത്യമാണ്, വലിയ ദൗത്യമാണ്. കാരണം ബംഗാൾ ഇനി മാറണം. ബംഗാളികൾക്ക് ആത്മാഭിമാനത്തോടും ആത്മവിശ്വാസത്തോടും കൂടി ബംഗാളിൽ ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അതിന് ജാതിയും മതവും ഒന്നും ഒരു തടസ്സമല്ല. മോദിയുടെ സവിശേഷത, മോദി വിഭാവനം ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വെൽഫെയർ സ്കീംസ് ഉണ്ട്. അന്നയോജന അടക്കം, പിന്നെ അമൃത പദ്ധതി അടക്കം, ആയുഷ്മാൻ പദ്ധതി അടക്കം, ഇങ്ങനെ ഒരുപാട്. അതിലെവിടെയെങ്കിലും ജാതിയുടെയോ മതത്തിൻ്റെയോ വിവേചനമുണ്ടോ? ഇല്ലല്ലോ. പിന്നെ നിങ്ങൾ എന്താ പറയുന്നത്? പിന്നെ ഇന്ത്യയുടെ സംസ്കാരം, ആ സംസ്കാരം ആരിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അത് സനാതനധർമ്മത്തിൽ നിന്നും ഉയർക്കൊണ്ടുവന്ന സംസ്കാരമാണ്. ആ സംസ്കാരത്തിൻ്റെ ആരാധകനാണ് ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്നത് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ തെറ്റായിട്ട് മാറുന്നത്? മറ്റ് മതങ്ങളും അവരുടെ വിശ്വാസങ്ങളും വന്നപ്പോൾ അതിനെയൊക്കെ സ്വീകരിക്കാനും പരിപോഷിപ്പിക്കാനും വേണ്ടി പ്രവർത്തിച്ച പാരമ്പര്യമുള്ളൊരു സംസ്കാരം. വേറെ ലോകത്ത് ഇങ്ങനൊരു സംസ്കാരം ഇല്ല. അതും കൂടി മനസ്സിലാക്കണം. വേറെ ലോകത്തില്ലല്ലോ. അമേരിക്ക ക്രൈസ്തവ രാജ്യമല്ലേ. യൂറോപ്പിലെ മിക്കവാറും രാജ്യങ്ങൾ മതരാജ്യങ്ങളല്ലേ. ഇതൊന്നുമല്ലല്ലോ. ഇതൊരു ബഹുസ്വരതയെ അംഗീകരിച്ചുകൊണ്ട് പോകുന്ന ഒരു രാജ്യം. ആ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് ഇതിനെ ആദരവോടുകൂടി സ്വീകരിക്കാൻ കഴിയും. അതാണ് അവിടെ കാണിച്ചത്. അപ്പം നിസ്വാർത്ഥനായ ഒരു പൊതുപ്രവർത്തകൻ ജനവിധിയെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് പ്രധാനമന്ത്രി കാണിച്ചത്.